അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം, ഇന്നത്തെ കുറേ സമയത്തെ കാത്തിരിപ്പിന് ശേഷം ഫൈനലി ദേ ആർ അറ്റ് ഹോം. നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം വൺ ഇയറിന് മേലെയായി അവരിവിടെ വന്ന് പോയിട്ട്. ഞാൻ പിന്നെ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു ദുബായിൽ വെച്ചിട്ട്. പക്ഷെ അച്ഛനും അമ്മയൊക്കെ അവരെ 1.5 വർഷത്തോളമായി കണ്ടിട്ട്. നേരെ പോയത് അടുക്കളയ്ക്കാണ്. ഏട്ടനും ചേച്ചി അല്ലെങ്കിൽ സേട്ടൊക്കെ വരുമ്പോൾ മാത്രം അടുക്കളയിൽ ഉണ്ടാക്കുന്ന ചില സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഉണ്ട് അച്ഛനും അമ്മയും കൂടെ. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് രാവിലെ തൊട്ടുള്ള ഇതാണ്. ഇത് ശരിക്കും ഒരു വേറൊരു ഫീലിംഗ് ആട്ടോ. ദൂരത്ത് പോയിരിക്കുന്ന മക്കൾ തിരിച്ചു വരുമ്പോൾ പാരൻസിൻ്റെ സന്തോഷം അല്ലെങ്കിൽ അനിയത്തിമാരുടെ സന്തോഷം എന്നൊക്കെ പറയുന്നതൊന്ന് വേറെ തന്നെയാണ്. നല്ല മോര് കാച്ചിയതും ഇടിച്ചക്ക ഉപ്പേരിയും പപ്പടവും മീൻ കുടമ്പുളിയിട്ട് വറ്റിച്ചതും പിന്നെ നീച്ചയുടെ ഏട്ടൻ്റെയും സ്പെഷ്യലായിട്ടുള്ള അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ബീഫ് ഫ്രൈയും കൂടെ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മൊമെൻറ്റ്സ് എല്ലാം വളരെ സ്പെഷ്യലാണ്. കാരണം നമ്മൾ അച്ഛനും അമ്മയ്ക്കാണെങ്കിലും 3 മക്കളെ ഒരുമിച്ച് കിട്ടുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് വളരെ റെയറാണ്. എനിക്കൊരു 4 ദിവസമേ ലീവ്